ഒരിക്കൽ കൂടി ഓണം ഓടിയെത്തിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ വിസ്മയകരമായ ഓണാശംസകൾ. ഓണത്തിന്റെ മധുരമുള്ള ഓരോ നിമിഷവും കുടുംബത്തോടൊപ്പം ആവണം എന്നുള്ളതാണ് അച്ഛൻ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അച്ഛൻ ഇന്ന് ഈ ഭൂമിയിലില്ല. ഓണത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അച്ഛന്റെ മുഖമാണ്. മലപ്പുറം ജില്ലയിലെ കവളമുക്കട്ട എന്ന കൊച്ചു ഗ്രാമത്തിൽ ചെമ്മണ്ണ് തേച്ച വീടിന്റെ മുറ്റത്ത് ചാണകം മെഴുകിയ നിലത്ത് അരിമാവ് കൊണ്ട് അണിയുന്ന അച്ഛൻ. ദാരിദ്ര്യത്തിലായിരുന്നു ഞങ്ങളുടെ വീട്. പക്ഷേ അച്ഛൻ സമ്പന്നനായിരുന്നു. വിദ്യാഭ്യാസം കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല, അറിവ് കൊണ്ടല്ല, നേരെമറിച്ച് തിരിച്ചറിവ് കൊണ്ട്. പല നല്ല കാര്യങ്ങളും അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അച്ഛൻ പറയുമായിരുന്നു, ഓണത്തിന് മഹാബലി വരും എന്ന് പറയുന്നതൊക്കെ വെറും ഐതിഹ്യം. നേരെമറിച്ച് നമ്മൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന കുടുംബം എന്ന ഒരു അന്തരീക്ഷമുണ്ടല്ലോ, കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് പറയുന്ന കുടുംബം. ആ കുടുംബത്തിന് ശക്തി തെളിയിക്കാനുള്ള അവസരമാണ് ഓണം എന്ന്. എല്ലാവരും ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങൾ. ഇന്ന് എല്ലായിടത്തും ആഘോഷമാണ്. തുണി ഷോപ്പുകളിൽ, ഷോപ്പിംഗ് മാളുകളിൽ, ടെലിവിഷൻ ചാനലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ എല്ലായിടത്തും ഓണാഘോഷം. ഓണം ആഘോഷിക്കുകയാണ് നാടെങ്ങും. പക്ഷേ വീടുകളിൽ ഓണാഘോഷം പലപ്പോഴും കുറഞ്ഞു വരുന്നു. ഓഫീസിന്റെ മുന്നിൽ എല്ലാവരും ചേർന്ന് വലിയ പൂക്കളം തീർക്കുമ്പോൾ വീടിന് മുന്നിൽ കുടുംബത്തോടൊപ്പം പൂക്കളം തീർക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. നമുക്കെന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പ്രൈം ടൈം ആരാണ് വിലക്കെടുത്തത്? പ്രൈം ടൈം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരത്തെ സമയമാണ്. ഓഫീസ് ജോലി കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും വീട്ടിലെത്തുന്ന സമയം, കുട്ടികൾ പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം കാത്തിരിക്കുന്ന സമയം, അവിടെ അച്ഛനും മക്കളും എല്ലാവരും കൂടി ഒരുമിക്കുന്ന ഒരു 6 മണി മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള സമയം. ഈ സമയത്ത് നമ്മളെല്ലാം എവിടെയാണ്? നമ്മളെല്ലാവരും ഒരു ചതുരത്തിനുള്ളിൽ കുരുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുർവിധി. നമ്മുടെ പ്രൈം ടൈമിനെ അവർ വിലക്കെടുത്തു. നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. ഒരുപാട് പരിഭവങ്ങൾ, ടീച്ചേഴ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ, കൂട്ടുകാരോടൊപ്പമുള്ള കളിച്ചിരികൾ, ഇങ്ങനെ പലതും സംവദിക്കാനുണ്ടാവും. അതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓഫീസിലെ ടെൻഷൻസ് ഉണ്ടാവും, ഒരുപാട് പിരിമുറുക്കങ്ങളുണ്ടാവും, ഭർത്താവിന് സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടാവും. ഇതെല്ലാം പറയുവാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുവാനുള്ള സമയമാണ് പ്രൈം ടൈം എന്ന് പറയുന്നത്. പക്ഷേ പരസ്പരം കാണാതെ, പരസ്പരം ചിരിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ ഒരു ടെലിവിഷൻ ചാനലിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിനുള്ളിൽ കുരുങ്ങിക്കിടക്കുന്നു അവർ. നോക്കൂ, നമ്മുടെ മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും സങ്കടവും എല്ലാം നമുക്ക് ആരെങ്കിലുമായിട്ട് സംവദിക്കണം, ആരെങ്കിലോടും ഷെയർ ചെയ്യണം. ഇവിടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കിട്ടുന്നില്ല, ഭർത്താവിന് ഭാര്യയെ കിട്ടുന്നില്ല, കുട്ടികളെ കിട്ടുന്നില്ല, കുട്ടികൾക്ക് അച്ഛനമ്മമാരെ കിട്ടുന്നില്ല. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഫേസ്ബുക്കിൽ കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട്, മുഖം പോലും കാണാത്ത കൂട്ടുകാർ. കുട്ടികളെ തേടി കാത്തിരിക്കുന്നത് മദ്യലോബികളും മയക്കുമരുന്ന് ലോബികളുമാണ്. സ്വാഭാവികമായിട്ടും കുട്ടികൾ അവിടേക്ക് അഭയം തേടുന്നു. ഇവിടെ കുടുംബാന്തരീക്ഷം തകരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരുമിച്ച് പരിഹരിക്കാവുന്നതേയുള്ളൂ. ഒരുമിച്ച് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുക, കളിച്ചിരികൾ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. കുട്ടികൾ സ്കൂളിലെ വിശേഷങ്ങൾ നമ്മളോട് തുറന്നു പറയട്ടെ. അച്ഛനും അമ്മയും അത് ആവോളം കേൾക്കുക. ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാനുള്ളത്, ഭർത്താവിന് ഭാര്യയോട് പറയാനുള്ളത് എല്ലാം തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിത്തീരും. നമുക്ക് കുടുംബ കോടതി വേണ്ട, പോലീസ് സ്റ്റേഷൻ വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസമല്ല, 10 ദിവസമല്ല, എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ഓണമായിരിക്കും. എന്തായാലും ഈ ഓണത്തിനും എല്ലാവരും പൂക്കളം തീർക്കുന്ന തിരക്കിലാണ്. പൂക്കൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു പൂക്കളമാവില്ല. നേരുമറിച്ച് മനോഹരമായി അത് അടുക്കി വെക്കുമ്പോഴാണ് അതൊരു പൂക്കളമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ അച്ഛൻ പണ്ട് പറഞ്ഞു തരുമായിരുന്നു, വെറുതെ പൂക്കൾ ചൊരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതൊരു പൂക്കൂന മാത്രമേ ആവുകയുള്ളൂ. പക്ഷേ അതിന് മനോഹാരിത കൂടുന്നത് അത് ചരടിൽ മനോഹരമായി കോർത്ത് കെട്ടുമ്പോഴാണ്. അപ്പോഴാണ് പൂമാലയായിട്ട് മാറുന്നത്. നമുക്കും നമ്മുടെ വീട്ടിൽ ഒരു പൂമാല തീർക്കാം. അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാം ചേർന്ന മനോഹരമായൊരു പൂമാല. അതിന് നടുവിൽ മനോഹരമായൊരു ബന്ധമുണ്ടായിരിക്കണം. അതാണ് അതിന്റെ ചരട് എന്ന് പറയുന്നത്. ഒരിക്കലും മുറിയാത്ത ഒരു ചരട്. അതാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.